ഹായ് ഗൈസ്. ദുരന്തർ പോയി കണ്ടു. എൻ്റെ മോനെ ഇപ്പം മെഞ്ഞാന്ന് രാത്രി 10:30 ഷോ ഐമാക്സിലാണ് പോയിട്ട് കണ്ട്. ഐമാക്സ് ആയതുകൊണ്ട് സൗണ്ടല്ലോ, ഐമാക്സ് ഫോർമാറ്റിലല്ല സിനിമ എടുത്തത്, പക്ഷേ സൗണ്ട് ക്വാളിറ്റി നമ്മൾ എംപുരാൻ ചെയ്ത പോലെ ആ ഒരു സൗണ്ട് ഐമാക്സിന് വേണ്ടി ട്യൂൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ ഉറീൻ്റെ ആളില്ലേ ചങ്ങായി എന്നെ പടം എടുത്ത് വെച്ച എൻ്റെ മോനെ എന്നാ സാധനം. രൺവീർ സിംഗിൻ്റെ പടമായിട്ടാണ് ഇത് മാർക്കറ്റ് ചെയ്തെങ്കിൽ രൺവീർ സിംഗ് അല്ല, ഇത് അക്ഷയ് ഖന്നയുടെ പടം. എന്നാ പറയണ്ട, ഒരു രക്ഷയില്ലാത്തൊരു അഭിനയം. പുള്ളിക്കാരനെന്താ പറയാ, നിങ്ങൾ ചാവ കണ്ടിട്ടില്ലേ? ചാവയിൽ പുള്ളിക്കാരൻ ഔറംഗസേബ് ആയിട്ടുള്ള ഒരു ആ ക്യാരക്ടർ, വില്ലനൊരു ഓറ, അതാണ് പുള്ളിക്കാരൻ. പണ്ട് നമ്മളെ കുഞ്ചാക്കോവന് പോലെ ചോക്ലേറ്റ് ബോയ് ആയിരുന്ന ആളായിരുന്നു. ഒരു രക്ഷയില്ല. നമ്മളെ അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ, ഇത് 3. പിന്നെ മാധവൻ നമ്മളെ അജിത് ഡോവലായിട്ട് ഏറ്റവും മോനെ. അജിത് ഡോവൽ എന്ന പേരുള്ളത് സിനിമയിൽ വേറെ പേരുള്ളത്, പക്ഷേ മാധവൻ്റെ മേക്ക് ഓവർ ഉണ്ടല്ലോ, പറയാൻ പറ്റില്ല. ഞാനും ഏട്ടനും പിന്നെ 2 കസിൻസ് കൂടിയാണ് പോയത്. അപ്പോൾ എൻ്റെ സൈഡിൽ കസിനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇത് മാധവനല്ലേ? ഞാൻ ഇതിൻ്റെ ട്രെയിലറൊന്നും കണ്ടില്ല. ഇത് ദുരന്തർ രൺവീർ സിംഗിൻ്റെ പടം അങ്ങനെ വിചാരിച്ചാൽ ഞാൻ പോയത്. ഇത് ആദ്യം കുറേ ഡിസ്ക്ലെയിമർ ഇട്ട്, ഇത് സാങ്കല്പികാന്ന്, ഇത് ആരെയും ടാർഗറ്റ് ചെയ്ത് ഇടുന്നതല്ല. പക്ഷെ കഥ മൊത്തം നമ്മളെ പാർലമെൻറ്റ് അറ്റാക്ക് 26/11, പിന്നെ അതിൻ്റെ മുന്നേ ഒരു സാധനം ഉണ്ടേന്, മറന്നുപോയി. നമ്മളെ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് കാണിക്കുന്നത്. എൻ്റെ മോനെ, ഫസ്റ്റ് 3.5 മണിക്കൂറാണ് പടത്തിൻ്റെ ലെങ്ത് ടോട്ടൽ. ഫസ്റ്റ് ഹാഫ് 2 മണിക്കൂർ അറിയൂല, അമ്മാതിരി ഇങ്ങനെ കട്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ 5 ചാപ്റ്റർ ഉണ്ട്, സെക്കൻഡ് ചാപ്റ്ററിൽ 4 ചാപ്റ്റർ അങ്ങനെയല്ല. പക്ഷെ അത് എടുത്ത് വെച്ച രീതി ഒരു രക്ഷയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്മാതിരി മേക്കിങ്. പാകിസ്ഥാനെല്ലാവരും കാണിച്ചാൽ കാണണം. ഫസ്റ്റ് ചാപ്റ്റർ 5 ചാപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ ഇങ്ങനെ ഓരോ ക്യാരക്ടർ ഇങ്ങനെ കൊണ്ടുവരുന്നത്, ക്യാരക്ടർ ബിൽഡപ്പ്, ഇയാളിങ്ങനെയാണ്, ഇതിങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഓരോ നമ്മളെ സിനിമയിലുള്ള ഇപ്പോൾ ഓരോ ക്യാരക്ടർ, അതായത് മാധവൻ ആദ്യം കാണിച്ച്, പിന്നെ അന്ന് രൺവീർ വരുന്നു, പിന്നെ എല്ലാവരും ഇങ്ങനെ ടം എന്ന് പറഞ്ഞിട്ട് വരും. പക്ഷേ ഈ അക്ഷയ് ഖന്നൻ്റെ സെക്കൻഡ് ഹാഫിലൊരു സാധനമുണ്ട്, ഫുൾ ഓവർ വെച്ചിട്ട് കളിക്കുന്ന ഒരു സാധനം. അത് സെക്കൻഡ് ഹാഫിലാന്ന് ഫസ്റ്റ് ഹാഫിലാന്ന് അറിയില്ല, പക്ഷെ അതൊരു 1.5 വരവുണ്ട്. എല്ലാം നമ്മളെ 26/11 ഇതിൻ്റെ ഒരു എന്താ പറയുക, നല്ല ഫുൾ ജോഷിൽ വരുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ടുള്ള ജോഷിൽ ഇങ്ങനെ വരുന്ന ഫുൾ സെറ്റപ്പ് ആയിട്ട് പടം ഉറി കഴിഞ്ഞാൽ നമുക്കൊരു ഫീൽ കിട്ടൂലേ, അതൊരു നല്ല പടം കണ്ട ഫീല്. നമുക്കിപ്പോൾ ആ പടം, എനിക്കിപ്പോൾ പേഴ്സണലി തോന്നിയത്, ആ പടം കണ്ടിട്ട് ലാസ്റ്റ് ഇറങ്ങുമ്പോൾ പടം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഉറിയെല്ലാം കണ്ടപ്പോൾ ഒരു വിഷമോ, ഒരു സങ്കടമോ, ഒരു ഇമോഷൻ, ആ പടം കണ്ടു കഴിഞ്ഞിട്ടൊരു ഇമോഷൻ എന്ന് പറയാൻ മാത്രം അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ എടുത്തു വെച്ച രീതി ആപ്പാരം ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ മുന്നേ കണ്ട ഹിന്ദി പടം ജവാനും പിന്നെ നമ്മളെ ഇവൻ്റെ പടമില്ലേ തിയേറ്ററിൽ പോയി കണ്ടത് മറ്റേ സാം ബഹാദൂർ. അതും സാം ബഹാദൂർ
അത് അതിൻ്റെ ലീഗാണ്. ചങ്ങൈൻ്റെ ലീഗ് തന്നെ. അത് വിക്കി കൗശലിൻ്റെ പണ്ണൽ, അതങ്ങ് വിട്ടേക്ക്. ഇത് ഉറീൻ്റെ ഡയറക്ടർ ഇതന്നെ ചെയ്തു. സീൻ പടം ഒരു രക്ഷയില്ല. എന്താ പറയുക, വേർത്ത് വാച്ച്, തിയേറ്റർ വേർത്ത് വാച്ച്. ഇതിപ്പോൾ ടി വിയിൽ കാണുന്നാലും വലിയ പ്രശ്നമില്ല, പക്ഷേ തിയേറ്റർ ആ ഒരു എക്സ്പീരിയൻസ്, ഐമാക്സ് ആണെങ്കിൽ അതിൻ്റെ സൗണ്ടിങ്. ഇതിലൊരു പാട്ട്, പഴയ ഹിന്ദി പാട്ടെല്ലാം ഉണ്ട്, നമ്മളെ റംബാവോ, പിന്നെ റംബാവോ ആ സാധനമില്ലേ, പിന്നെ നമ്മളെ ഹനുമാൻ കൈൻഡിൻ്റെ പാട്ടുകളുണ്ട്, പിന്നെ ഒരു അർജിത് സിംഗിൻ്റെ ഒരു പാട്ടുണ്ട്. ഇതിലെ രൺവീറിൻ്റെ ഒരു ഇൻറ്റിമേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അനാവശ്യമായിട്ടുള്ള റൊമാൻസ് സീനുണ്ട്. അത് ഇല്ലെങ്കിലും പ്രശ്നമല്ലേ, പക്ഷെ ക്യാരക്ടർ നമ്മളെ അറിയാലോ, നമ്മളെ ആൻമരിയ കലിപ്പിലാണ് അതിലുള്ള ആ കൊച്ചാണ്. ആ പടത്തിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്, ഇത്ര വലിയ ആള് ഇത്ര ചെറിയ പെണ്ണല്ല എന്തിനാന്ന്, നല്ല സൂക്ഷിക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഉണ്ട്. അത് റിയൽ ലൈഫിലും പുള്ളിക്കാരൻ്റെ അപ്ലിക്കബിളാണ്. അതൊരു വല്ലാത്തൊരു ഏജ് ഡിഫറൻസ്, ഒരു പത്തല്ല അതിലും കൂടുതലുണ്ടെന്ന്. പക്ഷെ അതിലൊരു സീനുണ്ട്, അത് ദഹിച്ചില്ല എന്നാ പറയാ. ഫുള്ള് ഈ ലാസ്റ്റ് ഒരു ആക്ഷൻ ഉണ്ട്, ലാസ്റ്റത്തെ ആക്ഷൻ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ വീട്ടിലേക്ക് വരും, രൺവീർ. അപ്പോൾ ഇവർ രണ്ടാളും ഇവർ എന്താ പറയുക, ഇത് രണ്ടും, അത് രൺവീറും പിന്നെ മറ്റേ പെണ്ണും, ഇവർ രണ്ടും കൂടി ഒരു സിനിമ ഇങ്ങനെ ചോറ് കൊടുക്കുന്നത്. ഇവൻ ചോറ് ഇങ്ങനെ നല്ല മുറിയെല്ലാം ഉണ്ടായിട്ട് ഫുള്ള് തളർന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഇവൻ ചോറ് കഴിക്കുന്നൊരു സീനുണ്ട്. അത് വേണ്ടായിരുന്നു, അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് പക്ഷെ എന്തോ ഒരു ഫോർസ്ഡ് പോലെ തോന്നി, അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായില്ല. പക്ഷെ ബാക്കി പടം ആസ് എ ഹോൾ അടിപൊളിയാണ്. ഇപ്പോൾ പിന്നെ റീലെല്ലാം ട്രെൻഡിങ് അല്ല, നമ്മളെ അക്ഷയ് ഖന്നൻ്റെ ആ അറബി പാട്ട് വെച്ചിട്ട് ഇങ്ങനെ മറ്റേ FA9 അല്ലേ അങ്ങനെ എന്തോ ഒരു പാട്ടിൻ്റെ പേര്, അപ്പോൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലിടാം. അതൊരു ഒന്നൊന്നര പാട്ടാ. അക്ഷയ് ഖന്ന ഈ പടം ഹീ സ്റ്റോൾ ദ ഷോ. അതെനിക്ക് പറയാനുള്ളത്. രൺവീർ സൈഡിൽ നിൽക്കുമ്പോൾ അക്ഷയ് ഖന്നേൻ്റെ ഓറ, അക്ഷയ് ഖന്നനെ വെച്ച് നോക്കുമ്പോൾ രൺവീർ ആടെ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കൂല. രൺവീർ നമ്മളെ എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് മൂവീൻ്റെ. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഹീസ് ദ ഹീറോ ഓഫ് ദ മൂവി. അക്ഷയ് ഖന്ന ലിറ്ററലി ഒരു മെയിൻ വില്ലൻ എന്ന് പറയാം. മെയിൻ വില്ലൻ അതിനേക്കാളും മേലുള്ളൊരു ചങ്ങയുണ്ട്. ഈവൻ അക്ഷയ് ഖന്ന പാകിസ്ഥാൻ കറാച്ചി ലാരി ടൗണിൻ്റെ ഹെഡ്, അതിൻ്റെ പവറുണ്ട്. ലാരി ടൗൺ എന്ന് പറഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ലാഹോറിൻ്റെ പവറുണ്ടാവും. ലാഹോറിൽ പവർ ഉണ്ടെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഹോൾ പാകിസ്ഥാനിൽ പവറുള്ള പോലെ. അർജുൻ റാംപാൽ നമ്മൾ ISIS അതിൻ്റെ ഒരു തലവനെ പോലെയുള്ള തലവനായിട്ടാണെന്നുള്ള ക്യാരക്ടർ. പുള്ളിക്കാരൻ ഒരു ഇതുണ്ട് മോനെ, ചങ്കയും പൊളി, അക്ഷയ് ഖന്ന ഒരു പൊളി. രൺവീർ സിംഗ് അഭിനയം നന്നായിരുന്നു, അഭിനയം സെറ്റായിരുന്നു. പക്ഷെ ഓറ ഉള്ളത് രൺവീർ സിംഗിനുള്ള ഒരു ഓറയുണ്ട്, അതിനെ മറികടന്നിട്ടാണ് അക്ഷയ് ഖന്നൻ്റെ സാധനം. പാടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നും കൂടി പടം വെച്ചാൽ ഒന്നും കൂടി ഞാൻ പോകും. അമ്മാതിരി നല്ല മേക്കിങ്ങും പിന്നെ സൗണ്ട് ഡിസൈനൊക്കെ സെറ്റായിരുന്നു. ലൈക്ക് സൗണ്ട് മിക്സിങ് എല്ലാം സെറ്റായിരുന്നു. ഹനുമാൻ കൈൻ്റെ സൗണ്ട് ഒരു ഫൈറ്റിലെങ്ങനെ വരുന്നെന്ന് തോന്നുന്നു. പണ്ണൽ സീനായിരുന്നു. ഇതിൻ്റെ OSTക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്ന, അതിനെ ഞാൻ കാത്തിക്കുന്നത്. ഇതിൻ്റെ OST വന്നിട്ട് വന്നാൽ എല്ലാവരും ആ ഒരു മൂടിയിരിക്കാൻ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് മാർച്ച് 19, 2026 മാർച്ച് 19 എൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ഇത് ഈ ലെവലാണെങ്കിൽ അടുത്തത് എന്തായാലും ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മേലെ പോകണം.
കണ്ടറിയാം എന്താണ് സെക്കൻഡ് പാർട്ടിൽ. ഇതിപ്പോൾ ഒരാളെ വേണ്ട നല്ല നിങ്ങൾ പടം കാണും. അത് അടിപൊളി പടം. തിയേറ്റർ മസ്റ്റ് വാച്ച്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പടത്തിനെ പറ്റിയുള്ള അഭിപ്രായം, പടം കണ്ടിട്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഓക്കെ, ബൈ.